പ്രിയപ്പെട്ട സുഹൃത്തെ നമസ്കാരം. JD's കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 15, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി JD's കറണ്ട് അഫേഴ്സ്. ഓരോ കോമ്പറ്റീഷനിൽ നമുക്കറിയാം കറണ്ട് അഫേഴ്സിൻ്റെ പ്രാധാന്യം. നമ്മളെന്നും സമയം കണ്ടെത്തിക്കൊണ്ട് കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കൂ. തീർച്ചയായിട്ടും നമുക്ക് നല്ല മാറ്റങ്ങളുണ്ടാകും. ഇന്ന് ജനുവരി 15 നമുക്ക് ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: അഞ്ജു ബോബി ജോർജ് നെയിംഡ് ചെയർപേഴ്സൺ ഓഫ് AFI അത്ലറ്റിക് കമ്മീഷൻ. AFIയുടെ അത്ലറ്റിക് കമ്മീഷൻ ചെയർപേഴ്സണായി അഞ്ജു ബോബി ജോർജിനെ നിയമിച്ചു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫേഴ്സ് ആണ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അത്ലറ്റിക് കമ്മീഷന്റെ ചെയർപേഴ്സണായി ആരെയാണ് നിയമിച്ചത്? അഞ്ജു ബോബി ജോർജ്. മലയാളിയായിട്ടുള്ള അഞ്ജു ബോബി ജോർജ് അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അത്ലറ്റിക് കമ്മീഷന്റെ ചെയർപേഴ്സൺ ആയിട്ട് നിയമിച്ചു. ഒരു പുതിയൊരു നിയമനം ആണ്. അഞ്ജു ബോബി ജോർജ് ഇപ്പോൾ ഏറ്റവും തലപ്പക്കത്തുള്ള അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അത്ലറ്റിക് കമ്മീഷൻ വളരെ കുറച്ചുപേര് മാത്രമേ ഉള്ള ഒരു 9 അംഗങ്ങൾ ഉള്ള ഒരു കമ്മീഷൻ ആണ്. ഇതിലാണ് ഇപ്പോൾ അഞ്ജു ബോബി ജോർജ് ഇതിൻ്റെ ചെയർപേഴ്സൺ ആയിട്ടുള്ളത്. അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അത്ലറ്റിക് കമ്മീഷൻ എത്ര അംഗങ്ങളുണ്ട്? 9 അത്ലറ്റുകൾ. 9 അത്ലറ്റുകൾ ഉള്ള ഒരു കമ്മീഷൻ ആണ് അത്ലറ്റിക് കമ്മീഷൻ. ഇത് അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന ഒന്നാണ്. വളരെ പ്രധാനപ്പെട്ട ചില വ്യക്തികൾ മാത്രമുള്ള, ചില അത്ലറ്റ്സ് മാത്രമുള്ള ഒരു കമ്മീഷൻ ആണ്. നീരജ് ചോപ്രയെ പോലുള്ള പ്രമുഖ അത്ലറ്റുകൾ ഉള്ള ഒരു കമ്മീഷൻ ആണ് അത്ലറ്റിക് കമ്മീഷൻ. ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ അഞ്ജു ബോബി ജോർജിന് വെങ്കല മെഡൽ ലഭിച്ചത് ഏത് വർഷത്തിലാണ്? 2003. 2003 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നടന്നിട്ടുള്ളത് പാരീസിലാണ്. ഈ പാരീസിൽ നടന്നിട്ടുള്ള ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ്, വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ അഞ്ജു ബോബി ജോർജിന് ബ്രോൺസ് മെഡൽ ലഭിച്ചു. ഇത് 2003. അഞ്ജു ബോബി ജോർജ് ആണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അത്ലറ്റിക് കമ്മീഷന്റെ ചെയർപേഴ്സൺ ആയിട്ട് നിയമനം ലഭിച്ചിട്ടുള്ളത്. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യ മെഡൽ നേടിയത് ആരാണ്? അഞ്ജു ബോബി ജോർജ്. അഞ്ജു ബോബി ജോർജ് ആണ് ഇന്ത്യക്ക് ആദ്യത്തെ മെഡൽ വേൾഡ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് ആ ഒരു മത്സരത്തിൽ മെഡൽ നേടിയിട്ടുള്ളത്. ബ്രോൺസ് മെഡൽ ആണ് നേടിയിട്ടുള്ളത്. എങ്കിലും ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു അത്ലറ്റിന് മെഡൽ ലഭിക്കുന്ന ആ ഒരു ഈവന്റ് പാരീസ് ഈവന്റിലാണ് അഞ്ജു ബോബി ജോർജിന് ഈ മെഡൽ ലഭിച്ചിട്ടുള്ളത്. ഒരു കറണ്ട് അഫേഴ്സിന്റെ ന്യൂസ് ഹെഡിംഗ് ആണ്: പൂന ടു ഹോസ്റ്റ് ആർമി ഡേ പരേഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ഓൺ Jan 15, 2025. 2025 ജനുവരി 15 പൂന ആദ്യമായി ആർമി ഡേ പരേഡിന് ആതിഥ്യം വഹിക്കും. ഇന്ന് ജനുവരി 15, ഇന്ന് ആർമി ഡേ ആണ്. പൂന ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ആർമി ഡേ പരേഡ് സംഘടിപ്പിക്കുന്നത്. സാധാരണയായിട്ട് സ്ഥിരമായിട്ട് ആർമി ഡേ പരേഡ് നടക്കുന്നത് ഡൽഹിയിലാണ്. എന്നാൽ ഇപ്പോൾ വേദി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതനുസരിച്ച് പൂനെയിലാണ് ഈ പ്രാവശ്യത്തെ ആർമി ഡേ പരേഡ്. നമുക്ക് കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ജനുവരി 15 എവിടെയാണ് 2025 ആർമി ഡേ പരേഡ് നടക്കുക? പൂന. മഹാരാഷ്ട്രയിലെ വലിയൊരു സിറ്റി. ഈയിടത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ ഏറ്റവും സ്ലോ ട്രാഫിക്കിൽ 4ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സിറ്റി ആയിട്ടുള്ള പൂന. ഈ പൂനെയിലാണ് ഇപ്പോൾ 15 ജനുവരി ഇന്ന് ആർമി ഡേ പരേഡ് നടക്കാൻ പോകുന്നത്. 2025 ആർമി ഡേ പരേഡിന് ആതിഥ്യം വഹിക്കുന്നത് ഏത് ആർമി കമാൻഡ് ആണ്? ആർമിയുടെ സദേൺ കമാൻഡ്. ആർമിയുടെ സദേൺ കമാൻഡ് ആണ് ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള ഒരു ആർമി ഡേ പരേഡ് സംഘടിപ്പിക്കുന്നത്. ഇത് പൂനെയിലാണ്. ഇപ്പോഴത്തെ ആർമി ചീഫ് ആരാണ്? ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. കറന്റ് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ഈസ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. 2025 ആർമി ഡേ പരേഡിൽ പങ്കെടുക്കുന്ന വനിതാ അഗ്നിവീർ സംഘം കോപ്സ് ഓഫ് മിലിറ്ററി പോലീസ് CMP. മിലിറ്ററി പോലീസ് CMPയിലെ അഗ്നിവീർ ആ ടീമാണ് ആദ്യമായിട്ട് ഈ പ്രാവശ്യത്തെ ആർമി ഡേ പരേഡിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ വനിതകളുടെ ആ അഗ്നിവീർ ടീം ആണ് ഈ പ്രാവശ്യത്തെ ആർമി ഡേ പരേഡിൽ. ഇത് ഇന്ത്യൻ ആർമിയിലെ കോപ്സ് ഓഫ് മിലിറ്ററി പോലീസ്, അതായത് CMP എന്നറിയപ്പെടുന്ന മിലിറ്ററി പോലീസിന്റെ വനിതാ അഗ്നിവീർ പങ്കെടുക്കുന്ന ഒന്നാണ് ഇന്നത്തെ ഈ പറയുന്ന 15 ജനുവരിയിലെ ആർമി ഡേ പരേഡ്. കൂടാതെ NCC വുമൻ ബറ്റാലിയൻസും പങ്കെടുക്കുന്ന ഒരു ആർമി ഡേ പരേഡാണ് ഈ പ്രാവശ്യത്തെ ആർമി ഡേ പരേഡ്. 2025 ജനുവരി 15 നടക്കുന്ന ആദ്യ ആർമി ഡേ പരേഡിന്റെ വേദിയായ ബോംബെ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പൂനെ. പൂനെയിലാണ് ബോംബെ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ്. ഇവിടെ വെച്ചാണ് ആർമി ഡേ പരേഡ് നടക്കാൻ പോകുന്നത്. ഇന്നത്തെ ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്:
ഇന്ത്യ ബീറ്റ് നേപ്പാൾ ഇൻ ഖോഖോ വേൾഡ് കപ്പ് ഓപ്പണർ. ഖോഖോ ലോകകപ്പ് ഓപ്പണിൽ ഇന്ത്യ നേപ്പാളിനെ പരാജയപ്പെടുത്തി. ഖോഖോ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലെ ആദ്യത്തെ മത്സരത്തിലാണ് ഇന്ത്യ നേപ്പാളിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ജനുവരി 14 നടന്ന 2025 ഖോഖോ ലോകകപ്പ് ഉദ്ഘാടന മത്സരത്തിൽ ഇന്ത്യ ഏത് ടീമിനെതിരെയാണ് വിജയിച്ചത്? നേപ്പാൾ. ഇന്നലെയായിരുന്നു ജനുവരി 14 ഇന്നലെ ആരംഭിച്ച 2025 ഖോഖോ ലോകകപ്പ്. ഇതിൽ ആദ്യത്തെ മത്സരമാണ് ഖോഖോ ആയി ബന്ധപ്പെട്ട്. ഇതിൽ ആണ് തുടക്കത്തിലെ മത്സരം. ഉദ്ഘാടന മത്സരത്തിൽ ഇന്ത്യ നേപ്പാളിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. 2025 ലോകത്തിലെ ആദ്യത്തെ ഖോഖോ ലോകകപ്പ് എവിടെയാണ് സംഘടിപ്പിക്കുന്നത്? ഇന്ദിരാഗാന്ധി അറീന ഇൻ ന്യൂഡൽഹി. ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിൽ വെച്ചാണ് 2025 ലോകത്തിലെ ആദ്യത്തെ ഖോഖോ ലോകകപ്പ് നടക്കുന്നത്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് ഒഡീഷ 34 സ്റ്റേറ്റ് ടു ജോയിൻ ആയുഷ്മാൻ ഭാരത്. ആയുഷ്മാൻ ഭാരതിൽ ചേരുന്ന 34ാമത് സംസ്ഥാനമാണ് ഒഡീഷ. ഇതൊരു ന്യൂസ് ഹെഡിംഗ് ആണ്. നമുക്ക് ന്യൂസ് ഹെഡിംഗിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ABPMJAY നടപ്പിലാക്കാൻ അടുത്തിടെ ചേർന്ന സംസ്ഥാനം ഏതാണ്? ഒഡീഷ. 2018 ആരംഭിച്ചിട്ടുള്ള ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഇതിൽ ഇപ്പോൾ 34ാമത്തെ സ്റ്റേറ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ് ഒഡീഷ. 34ാമത്തെ, അതായത് സ്റ്റേറ്റ് അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി ആണ് ഈ ഒരു സ്കീമിൽ ചേർന്നിട്ടുള്ളത്. ഒഡീഷയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ABPMJAY ചേർന്നിട്ടുള്ള സംസ്ഥാനം. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏത് വർഷത്തിലാണ് ആരംഭിച്ചത്? 2018 സെപ്റ്റംബർ 23. 2018, അതായത് ഇപ്പോൾ ഏതാണ്ട് ഒരു 7 വർഷം കഴിഞ്ഞിരിക്കുന്നു. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ആരംഭിച്ചത് സെപ്റ്റംബർ 23, 2018 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ ഒഡീഷ 34ാമത്തെ സ്റ്റേറ്റ് അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറിയാണ് ഈ ഒരു സ്കീമിൽ ചേരുന്ന സംസ്ഥാനം. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം ആശുപത്രി കേസിന് എത്ര കവറേജ്? പ്രതിവർഷം ഒരു കുടുംബത്തിന് 5 ലക്ഷം രൂപ. ഹെൽത്ത് ആയി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സ്കീം അല്ലെങ്കിൽ കവറേജ് ആണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. ഇതനുസരിച്ച് ഒരു കുടുംബത്തിന് 5 ലക്ഷം രൂപയാണ് നൽകുന്നത്. ഒരു ഇന്റർനാഷണൽ ന്യൂസ് ഹെഡിംഗ് ആണ് ലെബനൺസ് നവാൽ സലാഫ് ICJ ജഡ്ജ് ടേൺ പ്രൈം മിനിസ്റ്റർ. ലെബനനിലെ ICJ ജഡ്ജിയായ നവാബ് സലാം പ്രധാനമന്ത്രിയായി. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മാറ്റമാണ്. അതായത് ഇപ്പോഴത്തെ ICJ ജഡ്ജ് അദ്ദേഹത്തെ ലെബനന്റെ പ്രൈം മിനിസ്റ്റർ ആക്കിയിട്ടുള്ള ഒരു ന്യൂസ്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ലെബനന്റെ പുതിയ പ്രധാനമന്ത്രിയായി ആരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? നവാബ് സലാം. ലെബനന്റെ പുതിയ പ്രധാനമന്ത്രിയാണ് നവാബ് സലാം. ലേറ്റസ്റ്റ് ആയിട്ട് അദ്ദേഹത്തെ ഇലക്റ്റഡ് ആയിട്ടുള്ളത്. ലെബനിൽ നിന്ന് പുതുതായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട പ്രധാനമന്ത്രി നവാബ് സലാം ഏത് സംഘടനയുടെ പ്രസിഡന്റ് ആയിരുന്നു? അന്താരാഷ്ട്ര നീതിന്യായ കോടതി ICJ പ്രസിഡന്റ്. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഇതിന്റെ പ്രസിഡന്റ് ആയിരുന്നു നവാബ് സലാം. അദ്ദേഹത്തെയാണ് ഇപ്പോൾ ലെബനനിലെ പ്രസിഡന്റ് പ്രൈം മിനിസ്റ്റർ ആയിട്ട് നിയമിച്ചിട്ടുള്ളത്. ലെബനന്റെ പ്രസിഡന്റ് ആരാണ്? ജോസഫ് ഔൺ. ഈയിടത്താണ് ലെബനന്റെ പ്രസിഡന്റ് ആയിട്ട് ജോസഫ് ഔൺ ചുമതല ഏറ്റെടുത്തിട്ടുള്ളത്. ലെബനൻ എന്ന രാജ്യത്തിന്റെ ക്യാപിറ്റൽ ആണ് ബെയ്റൂട്ട്. ലെബനനെ ഒഫീഷ്യലി റിപ്പബ്ലിക് ഓഫ് ലെബനൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇതിന്റെ ക്യാപിറ്റൽ ബെയ്റൂട്ട്. കറൻസി അവിടുത്തെ ലെബനീസ് പൗണ്ട്. ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ് അറബിക്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് ദി ക്രൊയേഷ്യൻ പ്രസിഡന്റ് വാസ് റീ ഇലക്റ്റഡ് ഇൻ എ ലാൻഡ്സ്ലൈഡ് വിക്ടറി. വമ്പിച്ച വിജയത്തോടെ ക്രൊയേഷ്യൻ പ്രസിഡന്റ് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. ഇത് കറണ്ട് അഫയേഴ്സ് ഒരു ഇന്റർനാഷണൽ ന്യൂസ് ആണ്. ഇന്നിപ്പോൾ നമ്മൾ ലെബനനെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ ക്രൊയേഷ്യ രാജ്യത്തിന്റെ പ്രസിഡന്റ് മാറിയ കാര്യം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്കിതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ക്രൊയേഷ്യയുടെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? സോറൻ മിലാനോവിച്ച്. സോറൻ മിലാനോവിച്ച് വീണ്ടും ക്രൊയേഷ്യയുടെ പ്രസിഡന്റായിട്ട് മാറിയിരിക്കുകയാണ്. വീണ്ടും അദ്ദേഹത്തെ റീ ഇലക്ട് ചെയ്തു. ക്രൊയേഷ്യ അവരുടെ രാജ്യത്തിന്റെ പ്രസിഡന്റിനെ എങ്ങനെ തിരഞ്ഞെടുക്കുന്നു? സാർവത്രിക വോട്ടവകാശത്തെ അടിസ്ഥാനമാക്കിയുള്ള തിരഞ്ഞെടുപ്പ്. 5 വർഷമാണ് ക്രൊയേഷ്യയിലെ പ്രസിഡന്റിന്റെ കാലാവധി. ഇതനുസരിച്ച് ഒരു പോപ്പുലർ യൂണിവേഴ്സൽ സഫറേജ് അല്ലെങ്കിൽ സാർവത്രിക വോട്ടവകാശം ഇതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ഇലക്ഷൻ ആണ് ക്രൊയേഷ്യയിൽ. ക്യാപിറ്റൽ ഓഫ് ക്രൊയേഷ്യ സാഗ്രബ്. ക്രൊയേഷ്യ എന്ന രാജ്യം
ഇതിൻ്റെ ക്യാപിറ്റൽ ആണ് സാഗ്രബ്. ക്രയോഷ് എന്ന രാജ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ഒഫീഷ്യലി റിപ്പബ്ലിക് ഓഫ് ക്രയോഷ്യ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ രാജ്യം സെൻട്രൽ ആൻഡ് സൗത്ത് ഈസ്റ്റ് യൂറോപ്പിലെ ഒരു രാജ്യമാണ്. ഇതിൻ്റെ ക്യാപിറ്റൽ ആണ് സാഗ്രബ്. ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ് ക്രയോഷ്യൻ. ഇവിടുത്തെ പ്രസിഡന്റ് ആണ് സോറൻ മിലാനോവിക്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അദ്ദേഹം വളരെ വമ്പിച്ച ഭൂരിപക്ഷത്തോട് വിജയിച്ചിട്ടുള്ള വ്യക്തിയാണ് സോറൻ മിലാനോവിക്. അദ്ദേഹം ക്രയോഷ്യയുടെ പുതിയ പ്രസിഡന്റ് ആണ്. അപ്പോൾ നമ്മളിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഇന്ന് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ലേഡീസ് കറണ്ട് അഫയേഴ്സിൻ്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു.